പക്ഷികളുടെ കാഷ്ടമൊക്കെ ഉപയോഗിച്ച് ആ രാജ്യം സമ്പന്നമാകുകയും രാജ്യത്തിൻ്റെ എല്ലാ വരുമാനം അതിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്ത രാജ്യങ്ങളുടെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷികളുടെ കാഷ്ടം. പക്ഷികളുടെ കാഷ്ടം. പക്ഷേ ഇത് വലിയ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്, പ്രധാന സാമ്പത്തിക സ്രോതസ്സായി മാറിയ കഥയാണ്. ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ധാരാളം കടങ്ങൾ അവരെടുത്തു. കാരണം വീണ്ടും രാജ്യം വികസിപ്പിക്കാൻ വേണ്ടി. അതിന് കൊളാട്രലായിട്ട് വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പക്ഷികാഷ്ടമാണ്. മൈ ഗോഡ്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാന്റമോണിക്ക ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാനും എഴുത്തുകാരനും യാത്രയെ ഇഷ്ടപ്പെടുന്ന ആളുമായ ശ്രീ ഡെന്നി തോമസ് വെട്ടിക്കുന്നേ സാറാണ്. സാർ, വെൽക്കം ടു ABC. ദിസ് വീഡിയോ ഈസ് പവർഡ് ബൈ മെഡിമിക്സ്. പെറു എന്ന് പറയുന്ന രാജ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പെറു എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് മച്ചാപ്പിച്ചു ഒക്കെയാണ്. യാത്ര ചെയ്യുന്നവരൊക്കെ ഇന്ത്യയിൽ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് യാത്ര സംസ്കാരമുള്ള രാജ്യം അത് തന്നെ. അപ്പം അവിടെ ഈ 19ാം നൂറ്റാണ്ടിൽ അവിടുത്തെ ദ്വീപുകൾ, അത് പെറുവിനോട് ചേർന്നുള്ള ദ്വീപുകളും അതിൻ്റെ കരയുടെ ഭാഗത്തുമൊക്കെ നൂറ്റാണ്ടുകളായി പക്ഷികൾ വന്ന്, കടൽ പക്ഷികൾ വന്ന് താമസിക്കുകയും വിശ്രമിക്കുകയും അവിടെ അവരുടെ പക്ഷിയുടെ കാഷ്ടം ഇങ്ങനെ വന്ന് വലിയ കുന്നുപോലെ അല്ലെ മലകൾ പോലെയായി മാറും. ഇത് വലിയൊരു സാമ്പത്തിക സ്രോതസ്സാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതലുള്ള ഫോസ്ഫറസ്, നൈട്രജൻ തുടങ്ങിയ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങളാണ്. അപ്പൊ ഇത് കുന്നുപോലെ വരിക എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ എടുത്ത സാധനം. പക്ഷെ അത് ഈ എന്താണ്, മഴ കുറവുള്ളതുകൊണ്ടാണ്. മഴ കുറവുള്ള സ്ഥലങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ കുറവുള്ള സ്ഥലങ്ങൾ ഒലിച്ചു പോകുന്നില്ല. അപ്പൊ അത് വലിയ പാറ കഷ്ണങ്ങൾ പോലെ മാറിയത് ഉറച്ച്. അപ്പൊ അത് ഖനനം ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത്. കാരണം ഇത് വലിയ സാമ്പത്തിക സ്രോതസ്സാണ്. ലോകത്ത് മുഴുവനും വളത്തിന്റെ ആവശ്യമുണ്ട്. വളം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ നമ്മുടെ സിന്തറ്റിക് വളങ്ങൾ അന്ന് ഇറങ്ങിയിട്ടില്ല. അപ്പം അതിന് പകരമായി നൈട്രജനും ഫോസ്ഫേറ്റും അതുപോലെ ഇങ്ങനെയുള്ള മഗ്നീഷ്യവും ഇങ്ങനെയെല്ലാം കിട്ടാൻ വേണ്ടിയുള്ള സോഴ്സസ് എന്ന് പറയുന്നത് ഇതാണ്. ഫോസ്ഫേറ്റ് ആണ് ഏറ്റവും, നമുക്കറിയാം, വളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം. അപ്പോൾ അത് കിട്ടാനുള്ള ഏറ്റവും വലിയ സാധ്യതയെ കണ്ട് പെറു എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദ്വീപുകളിൽ നിന്നും അതിൻ്റെ സമീപ പ്രദേശത്തു നിന്ന് ഇതൊക്കെ വ്യാപകമായിട്ട് ഖനനം ചെയ്യാൻ തുടങ്ങി. അത് അവിടെ പെറുവിലുള്ള ആൾക്കാർ പറ്റാത്തതുകൊണ്ട് ചൈനീസ് വംശജർ പോലും അന്നത്തെ കാലത്ത് അവിടെ വന്ന് അവരെ 19ാം നൂറ്റാണ്ട് ഒരു 1840 മുതൽ 1900 വരെയാണ് അതിന് സുവർണ്ണ കാലഘട്ടം എന്ന് പറയും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവർ അവിടുന്ന് പല രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട്, അവിടെ ആൾക്കാരുടെ കുറവുണ്ടായിട്ട് തൊഴിലാളികളെ കൊണ്ടുവന്നിട്ട് പോലും അവിടെ ഈ മൈനിങ് നടത്തുകയാണ്. ഇത് വ്യാപകമായി യൂറോപ്പിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചു. ആ രാജ്യത്തിന് അന്നത്തെ കാലഘട്ടത്തിൽ അത് വലിയ ഏറ്റവും വിലപിടിപ്പുള്ളൊരു വസ്തുവായി മാറിയത്. അപ്പോൾ ആ അർജന്റീനയുടെ ആ കാലഘട്ടത്തിൽ, സുവർണ്ണ കാലഘട്ടത്തിൽ 70% അവരുടെ ദേശീയ വരുമാനത്തിൽ 70% പക്ഷിയുടെ കാഷ്ടമായിരുന്നു പെറുവിന്റെ. അപ്പൊ അതുകൊണ്ട് ആ രാജ്യത്തിന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് അവർ റെയിൽവേ നിർമ്മിച്ചു. ഈ പക്ഷിക്കാഷ്ടത്തിന്റെ വരുമാനം കൊണ്ട് അടിസ്ഥാന വികസനം അതിൽ നിന്ന്. അതുപോലെ ആ രാജ്യത്തെ മുഴുവൻ കടം അടച്ചത് ഗുവാന എന്ന് പറയും. ഗുവാന, അങ്ങനെയാണ് അവിടെ പറയുന്നത് ഈ പേര്. അപ്പൊ ഇത് കൊളാട്രലായിട്ട് വെച്ചിട്ടാണ് അവരെ സംബന്ധിച്ച് അതൊരു ഗോൾഡായിരുന്നു. അതിന് ഗോൾഡ് എന്ന് അറിയപ്പെട്ടു, വൈറ്റ് ഗോൾഡ് എന്ന് അതിനെ അറിയപ്പെട്ടു. അപ്പൊ അന്നത്തെ കാലത്ത് ഇതിനെല്ലാം കാവല് നിർത്തുന്നത് സൈന്യം കാവല് നിന്നു. അപ്പൊ അതായത് ഇത് ആൾക്കാർ മോഷ്ടിച്ചോട് പോകരുത്. വിചിത്രമായ കാര്യം. പക്ഷിക്കാഷ്ടത്തിന് സൈന്യം കാവല് നിന്ന് അവിടെ നിന്ന് ഇത് ഇങ്ങനെ കപ്പലുകളിലേക്കൊക്കെ കയറ്റി കൊണ്ടുപോയി ഇങ്ങനെ അതൊരു വലിയ സമ്പന്നമായി. പക്ഷെ 1900 ആ കാലഘട്ടം എത്തിയപ്പോഴത്തേക്ക് ഇതിന്റെ ഒരു റിസോഴ്സ് കുറഞ്ഞു. രാജ്യം നേരെ കടക്കണിയിലേക്ക് വീണു. കാരണം ആൾക്കാർക്ക് ഒരു വലിയ പെട്ടെന്ന് കിട്ടിയ വരുമാനം ഇല്ലാതായി കഴിഞ്ഞപ്പോൾ കടക്കണിയിലേക്ക് വന്നു. ഒരുപാട് കാലഘട്ടം എടുക്കും. അതുപോലെ തന്നെ അത് വലിയ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് വന്നു. യൂറോപ്പിൽ നിന്ന് എടുത്ത കടമെല്ലാം തിരിച്ചടയ്ക്കാൻ മേലാത്തൊരവസ്ഥ. കാരണം പിന്നീട് വരുമാനമില്ല. നമ്മളൊരു വരുമാനം കണ്ടിട്ടാണല്ലോ ഇതെല്ലാം സെക്യൂരിറ്റി. പക്ഷികൾ കാഷ്ടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല. ഇത് നൂറ്റാണ്ടുകൾ കൊണ്ടുണ്ടായ സാധനമാണ്. ഇത് ഒരു ദിവസം കൊണ്ടായി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെയാണ് മെക്സിക്കോയിലും ചിലിയിലും ഈ വവ്വാലുകളുണ്ട്. അത് ഗുഹയിൽ ഇതേപോലെ കാഷ്ടിച്ചിട്ട് ഇതേപോലെ തന്നെ വളമായിട്ട് കിട്ടി. ആ രാജ്യത്തിന് അത് വലിയ സമ്പന്നത ഉണ്ടാക്കിയ കാലഘട്ടം. അപ്പോൾ ആ സമ്പന്നത ഉണ്ടാക്കിയിട്ട് അവിടെ ഇതുപോലെ പട്ടാളക്കാരെ കാവൽ നിർത്തി അവിടെ ഇതൊരു വൈറ്റ് ഗോൾഡായിട്ട് അവരത് എടുത്തോണ്ടിരുന്നു, മെക്സിക്കോയിൽ ചിലിയിലോ. പക്ഷേ ഇത് വ്യാപകമായി ഉപയോഗിച്ചു. എപ്പോഴും ഇത് ശ്രദ്ധയോടെ കാണുന്ന ലോകത്തെ ഏക രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അവിടെ അവർ വലിയൊരു ബിസിനസ് താല്പര്യം കണ്ടു. ഇത് വലിയ കുഴപ്പമില്ലല്ലോ, രാജ്യത്തിൻ്റെ വളർച്ച ഇത്രയും വലിയ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണല്ലോ ഈ പക്ഷിക്കാഷ്ടം എന്ന് പറഞ്ഞത്. ഇത് വേറെ എവിടെയുള്ളതെന്ന് അവർ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പസഫിക് സമുദ്രത്തിലെ
പല ദ്വീപുകളിൽ ഇതുണ്ടെന്ന് മനസ്സിലാക്കിയത്. കാരണം വലിയ കടലിന് നടുക്ക് ചെറിയൊരു ദ്വീപാണെങ്കിൽ അവിടെയാണ് ഈ പക്ഷികൾ എവിടെയാ പോയത്? സ്വാഭാവികമായിട്ട് അങ്ങനെ അവർ കണ്ടുപിടിച്ചത് 1854 അവർ ഒരു ഗുവാന ഐലൻഡ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് നിർമ്മിച്ചു. ഗുവാന ഐലൻഡ് ആക്ട് അതായത് ഈ പക്ഷിക്കാഷ്ടങ്ങളുള്ള ഐലൻഡുകൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ട് അവർ അമേരിക്കൻ പാർലമെന്റിൽ അവതരിച്ച് പാസ്. അതിൽ പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും ദ്വീപിൽ ഇതിന്റെ ഒരു ഉണ്ടെങ്കിൽ അവിടെ മനുഷ്യവാസമില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഒരു രാജ്യം ക്ലെയിം ചെയ്യാത്തതാണെങ്കിൽ അതിന്റെ മുഴുവൻ അവകാശം അമേരിക്കയ്ക്ക്. അപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും പോയി, അമേരിക്കക്കാരൻ ആര് പോയി വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൈനിക സപ്പോർട്ട് കൊടുക്കും, ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കും. ഇത് ഖനനം ചെയ്യാൻ വേണ്ടി എല്ലാം ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്ന് 100ഓളം ദ്വീപുകൾ ഇവരുടെ കൈവശമുണ്ട്. എപ്പോഴും അമേരിക്കയുടെ കയ്യിലുള്ള ചില ദ്വീപുണ്ട്, നവാസു, ബിക്കാന എന്നൊക്കെ പറഞ്ഞ ദ്വീപ് എപ്പോഴും പണ്ടത്തെ കാലത്ത് ഇവർ എടുത്താണ്. 100ഓളം ദ്വീപ് ഇവരുടെ കസ്റ്റഡിയിലെടുത്തു. അപ്പോൾ ഇതേ കാലഘട്ടത്തിൽ വേറെ രാജ്യത്ത് ഇതുപോലെ നടക്കുന്നുണ്ട്, നൗറു എന്ന് പറഞ്ഞ രാജ്യം. അത് പസഫിക് സമുദ്രത്തിലാണ്. അപ്പോൾ പസഫിക് ഓസ്ട്രേലിയയുടെ ഒക്കെ അടുത്തുള്ള രാജ്യം, സ്വതന്ത്ര രാജ്യം ആയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം അത് ജർമ്മൻകാരനായ ഒരു സയന്റിസ്റ്റ് അതിൽ വന്നപ്പോൾ ഈ സാധനം കണ്ടുപിടിച്ചു. അത് ഗവേഷണം നടത്തിയപ്പോൾ ഈ വാണിജ്യ സാധ്യത കണ്ടെത്തി. അന്നത്തെ കാലത്ത് ഓസ്ട്രേലിയയിലൊക്കെ അഗ്രികൾച്ചർ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ ഇത് ആവശ്യമുള്ളതുകൊണ്ട് ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആ ചെറിയൊരു രാജ്യമാണ്, ഒരു അന്നത്തെ കാലത്ത് 1000-2000 പേരെ അവിടെ ജീവിച്ചിരിക്കുന്നത്. ഇന്നൊരു 12,000 പേര് മാത്രമുള്ള രാജ്യം. അപ്പോൾ ആ രാജ്യത്ത് ഇതിന് സാധ്യത കണ്ട് ജർമ്മൻകാർ പറഞ്ഞു, നിങ്ങൾക്ക് ചെറിയ പൈസ തരാം, ഞങ്ങളിത് ഖനനം ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഇത് അറിയത്തില്ല ഇതിൻ്റെ വാല്യൂ. അങ്ങനെ അവർ ജർമ്മൻകാർ ഒരുപാട് പോയി. അതിനുശേഷം 2ാം ലോകമഹായുദ്ധം വന്ന സമയത്ത് ഈ ഓസ്ട്രേലിയയും ബ്രിട്ടനും എല്ലാം കൂടെ, ന്യൂസിലൻഡും എല്ലാം കൂടെ കൂടി അത് കൈയടക്കിയിട്ട് അവർ കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ചെറിയ റോയൽറ്റി മാത്രമേ കിട്ടുന്നു ഈ വൈറ്റ് ഗോൾഡിന്. കാരണം ഇവര് നിസ്സഹായരാണ്, ഇവർ ആകെ 10,000-2000 ആൾക്കാരല്ലേ, അവർക്ക് ഇത് എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. ഇനി അറിഞ്ഞാലും അവിടെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. വലിയ സാമ്രാജ്യത്വ ശക്തികളാണ്. അപ്പൊ അതിനുശേഷം ഈ നൗറു എന്ന് പറഞ്ഞ സംഭവത്തെ 1960 സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ രാജ്യത്തിന്റെ കഥ മുഴുവൻ അങ്ങ് മാറി. കാരണം അവർക്ക് മുഴുവൻ അതിന്റെ വിപണനം മുഴുവൻ അവരുടെ കയ്യിലായില്ലേ. ഇതിന് ഭയങ്കര ഹൈ വാല്യൂ ആയി. കാരണം ഇത് ഇവർക്ക് സ്വന്തമായി മൈൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള അവസ്ഥ വന്നു. ഇവര് വ്യാപകമായി അവിടുത്തെ സാധനങ്ങൾ എടുത്ത് വിറ്റതോടെ 1970 ലോകത്തെ പെർ ക്യാപിറ്റൽ ഇൻകം വെച്ച് ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യം നൗറുവാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാജ്യമായിട്ട് മാറി ഈ ഒറ്റ കാരണം കൊണ്ട്. ഈ ഗുവാന വിറ്റിട്ട് നൗറുവിന്റെ 98% വരുമാനം എന്ന് പറയുന്നത് ഈ പക്ഷിക്കാഷ്ടമില്ല, വേറൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴല്ല ആ സമയത്ത് 1970-75 കാലഘട്ടങ്ങളിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം പെർ ക്യാപിറ്റൽ ഇൻകത്തിൽ ആയി. കാരണം ഇത്ര ആൾക്കാരല്ലേ ഉള്ളു ഇത്ര വരുമാനം. ആ രാജ്യത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ആ രാജ്യം ആ വരുമാനം കിട്ടി അവർ മറ്റ് രാജ്യങ്ങളിൽ പോയി ആഡംബര ഹോട്ടലുകൾ വാങ്ങിയ രാജ്യം. അതുപോലെ എയർലൈൻ തുടങ്ങി, പുതിയ വിമാന കമ്പനികൾ തുടങ്ങി. അങ്ങനെ ഒരുപാട് നിക്ഷേപങ്ങളൊക്കെ വരുത്തിച്ചു. മനുഷ്യർക്ക് പറ്റിയ സംഭവം എന്ന് വെച്ചാൽ, ഇവർക്ക് ഇഷ്ടം പോലെ പണമാണ്. ഈ വരുന്നത് പെർ ക്യാപിറ്റലിനും കൂടിയ ടാക്സ് ഇല്ല, മറ്റു യാതൊരു സംവിധാനങ്ങളും ആ രാജ്യത്ത് എല്ലാം ഫ്രീ ആണ്. മനുഷ്യന് ഇഷ്ടം പോലെ പണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കംപ്ലീറ്റ് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഇമ്പോർട്ട് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാം ജങ്ക് ഫുഡാണ്. അപ്പോൾ ജങ്ക് ഫുഡ് കഴിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പൈസ ആയതുകൊണ്ട് ഇതെല്ലാം വാങ്ങാൻ തുടങ്ങി. ഈ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തെല്ലാം ഡെയിലി വരാൻ തുടങ്ങി. ആൾക്കാർ ഇഷ്ടം പോലെ. ലോകത്തെ ഏറ്റവും തടിയന്മാരുള്ള രാജ്യം അതായി മാറും. ഒബീസിറ്റി വർദ്ധിച്ചു. അതേപോലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് രോഗികളുള്ള രാജ്യമായി മാറി. രോഗങ്ങൾ അവരെ അലട്ടി. പിന്നീട് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ 1990 ആയപ്പോഴത്തേക്ക് ഇത് അവസാനിച്ചു. ഈ വൈറ്റ് കോൾഡ് അവസാനിച്ചു. പിന്നീട് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ രാജ്യം ദാരിദ്ര്യത്തിലേക്ക് പോയി. കാരണം വരുമാനമൊന്നുമില്ലല്ലോ, മനുഷ്യർ മുഴുവനും മടിയന്മാരായി പോയി. കാരണം എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, പണം ഇഷ്ടം പോലെ. അവരെ സംബന്ധിച്ച് മടിയന്മാരെ, വേറെ വരുമാനം ആ രാജ്യത്തൊന്നുമില്ല. ആകെ മത്സ്യസമ്പത്തല്ലാതെ രാജ്യത്തിന് 80% ഈ ഇത് ഖനനം ചെയ്ത് ആ സ്ഥലം നശിച്ചു പോയി. ബാക്കി കടൽ തീരത്ത് ചെറിയൊരു വട്ടം പോലെയുള്ള സ്ഥലത്താണ് ഇവർ താമസിച്ചത്. ബാക്കി മുഴുവനും വാസയോഗ്യമോ കൃഷിയോഗ്യമോ അല്ലാതെയായിപ്പോയി. അതോടുകൂടി സംഭവത്തിൻ്റെ കഥ മാറി. അവർ ദരിദ്രരായി കഴിഞ്ഞാൽ എപ്പോഴും സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടുന്ന ഒരു എയ്ഡ് കൊണ്ടാണ്. കാരണം അവിടെ ഓസ്ട്രേലിയൻ റെഫ്യൂജീസിൻ്റെ ഒരു ഡിറ്റൻഷൻ സെൻറ്റർ അവിടെ സ്റ്റാർട്ട് ചെയ്തു.
അതുകൊണ്ട് അവരെക്കുറിച്ചൊരു മോശം അഭിപ്രായമാണ് ലോകത്തിനുള്ളത്. കാരണം ഓസ്ട്രേലിയയിൽ നിന്ന് റെഫ്യൂജികളെ കൊണ്ട് താമസിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് അവർക്ക് ഒരു പ്രധാന വരുമാനം ഇന്ന് രാജ്യത്ത്. ഇന്ന് അവർ ദരിദ്രരായി മാറി. കാരണം മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. മാത്രമല്ല ഈ ഖനനം നടന്ന സ്ഥലങ്ങളിലെല്ലാം ഈ വെള്ളം കയറാൻ തുടങ്ങി. അങ്ങനെ ആ രാജ്യം തന്നെ വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നു എന്ന് പറയപ്പെടും. ദ്വീപായതുകൊണ്ട് അതിനുള്ള അവസ്ഥ വരെ സംജാതമായിട്ടുണ്ട്. അപ്പൊ ഇത് നൗറു എന്ന് പറഞ്ഞ രാജ്യത്ത് നശിപ്പിച്ചാലും മറ്റൊരുപാട് രാജ്യങ്ങളിൽ അല്ല ഒരുപാട് ദ്വീപുകൾ കൊണ്ട് അമേരിക്കയ്ക്ക് അതുകൊണ്ട് വലിയ ഗുണമുണ്ട്. ഈ പെറുവിന്റെ കാര്യമാണെങ്കിൽ പെറു കടക്കടയിലേക്ക് പിന്നീട് പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷെ പെറു അതിനെ അതിജീവിച്ചു അല്ലേ പിന്നീട്? അല്ലെങ്കിൽ ഘട്ടഘട്ടമായി അതിജീവിച്ചു. ഖനനവും മറ്റു കാര്യങ്ങളൊക്കെ സ്വർണ്ണ ഖനനവും ഒക്കെ ഉണ്ടല്ലോ അവിടെ. ടൂറിസം വളരെ ശക്തമാണ്, മാച്ചു പിച്ചു. പക്ഷേ ഇതിന്റെ അത് സംഭവിച്ചതെന്ന് വെച്ചാൽ അന്നത്തെ ആൾക്കാർ ഈ 1800 അല്ല 1900 മുമ്പുള്ള കാലഘട്ടത്തിൽ ഇത് നല്ല പീക്ക് ടൈം ആയിരുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ. ആ കാലഘട്ടം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോകത്തെ ഏറ്റവും വലിയ വാർത്തയാണ്. കാരണം വൈറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞപ്പോൾ ഗോൾഡ് മൈൻ ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ മുഴുവൻ അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അന്ന് യൂറോപ്പിലെ വ്യാപാരികളെല്ലാം കള്ളക്കച്ചവടം നടത്തുന്ന ആൾക്കാർക്കുള്ളൂ. അങ്ങനെ ഉണ്ട് ഒരു മാഫിയല്ല ഇതിന് പുറകിലേ. അപ്പോൾ അവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓരോരുത്തരും ഒരു കപ്പലിൽ യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പുതിയൊരു മാപ്പ് ഉണ്ടാക്കും. എന്നിട്ട് പറയും ഇങ്ങനൊരു ദ്വീപുണ്ട്, ഈ ദ്വീപിൽ മുഴുവൻ ഈ വൈറ്റ് ഗോൾഡാണ്, നമ്മുടെ ഈ പശുക്കാഷ്ടം നിറഞ്ഞിരിക്കുകയാണ്. അത് പുതിയ കള്ളമാപ്പം ഉണ്ടാക്കുന്ന അതിന് മാപ്പും ഉണ്ട്. ഇല്ല ചില ദ്വീപ് കണ്ടെത്തിയിട്ട് പറയാം അതിനകത്ത് മുഴുവൻ അതാന്ന് പറയും. എന്നിട്ട് കോടിക്കണക്കിന് രൂപയ്ക്ക് ഇത് കച്ചവടം ചെയ്യുക. അതായത് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും അന്ന് അത് ഫ്യൂച്ചർ ട്രേഡ് ഉണ്ടായിരുന്നു, ഷെയർ ട്രേഡിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അത് യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയെ പോലും ചലനം ഉണ്ടാക്കിയ ഒരു വലിയ ഇല്ലാത്ത ഗുവാനയുടെ പേരിൽ കച്ചവടം അതായത് കള്ളമാപ്പ് ഉണ്ടാകും. ഇതിൽ മാപ്പിൽ അങ്ങനെ സ്ഥലമൊന്നും ഉണ്ടാവില്ല പണ്ടത്തെ. ഇന്ന് ഇതെല്ലാം ഉണ്ടല്ലോ, ഗൂഗിളിലൊക്കെ ചെക്ക് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യാൻ മാർഗമില്ലല്ലോ. അപ്പോൾ ഓരോ നാവികർ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയും ഞാൻ അങ്ങനെ ദ്വീപ് കണ്ടിട്ടുണ്ട്, എനിക്കൊരു വഴി അറിയാം, സ്ഥലം അറിയാം, അവിടെ ഇഷ്ടം പോലെയുണ്ട്, നമുക്ക് ഇത്ര രൂപ നിങ്ങൾ അഡ്വാൻസ് തരുവാണെങ്കിൽ ഞാൻ അവിടെ എത്തിക്കാം, ഈ പണം വാങ്ങാൻ മതി. അപ്പോൾ അതേപോലെ ഇവർ ഷെയർ ട്രേഡിങ്ങിൽ പോലും ഇത് ഉപയോഗിച്ച് തുടങ്ങി. ഒരു ഫ്രോഡ് വാല്യൂ ആണ്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ ലോകത്ത് പല കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ഇതിന് യുദ്ധം വരെ ഉണ്ടായിട്ടുണ്ട്. അതായത് പെറുവിലെ ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഈ ഗുവാനുള്ള രാജ്യം ദ്വീപ് എന്ന് പറയുന്നത് ചിഞ്ച ഐലൻഡാണ്. അപ്പൊ ഐലൻഡിന് വേണ്ടി സ്പെയിനുമായിട്ട് യുദ്ധിച്ചു. സ്പെയിന്റെ കോളനിയായിരുന്നു. സ്പെയിൻ അത് കൈവശമാക്കാൻ നോക്കി. പിന്നീട് ഫ്രാൻസും ബ്രിട്ടനും പിന്നെ ജർമ്മനിയും എല്ലാം ഇതിന്റെ പുറകെ പോയി. അപ്പം പല യുദ്ധങ്ങൾ പോലും ഇതിന്റെ പേരിൽ ഉണ്ടായെന്നുള്ളതാണ്. അതൊരു പക്ഷി കാഷ്ടത്തിന് യുദ്ധങ്ങൾ വരെ ഉണ്ട്. ആ രീതിയിലുണ്ട്. എപ്പോൾ അതെല്ലാം കാലം കഴിഞ്ഞു. കാരണം ഇത് സിന്തറ്റിക് വളം ഇഷ്ടംപോലെ ആയി. ഇപ്പം നമ്മളെല്ലാം വാങ്ങുന്ന രാസവളങ്ങളാണ്. ഈ രാസവളങ്ങൾ വന്നതോടെ ഇതിൻ്റെ ഒരു വാല്യൂ കുറയും. കാരണം രാസവളങ്ങളുടെ പുറകെ പോയി മനുഷ്യർ. പക്ഷെ ഇന്ന് ഈ പെറു ഒക്കെ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ട്. പെറു അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതാണ് ഇതിൻ്റെ അകത്തും കിട്ടിയ ആകെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന സന്ദേശം. കാരണം അവർ പറഞ്ഞു ഇത് ഓർഗാനിക് ആയിട്ടുള്ള വളമാണിത്, അത് നാച്ചുറൽ ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അത് ഓർഗാനിക് ആയിട്ടുള്ള കൃഷി രീതികൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് പെറു എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 10 വർഷത്തേക്ക് ഒരു ദ്വീപിലേക്ക് ആരും എൻ്റർ ചെയ്യിക്കില്ല. അപ്പോൾ പക്ഷികൾ അവിടെ കൂടുതൽ ഇത് ഡിപ്പോസിറ്റ് വരും. അപ്പോൾ അത് കഴിച്ചിട്ട് അവിടെ നിന്ന് മൈൻ ചെയ്യും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വിലയുണ്ട്. ഇപ്പം ഈ വിലയുള്ള സാധനങ്ങൾ അവർ വിദേശ രാജ്യങ്ങളിൽ ഓർഗാനിക് കൃഷി എപ്പോഴും ഉണ്ട്. ഇപ്പൊ ചെറിയ തോതിൽ വലിയ പുതിയ കാലഘട്ടത്തിൽ അതിന് നല്ല വിലയുണ്ട്. സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി. അതുപോലെ ഈ ടൂറിസത്തിനെയൊക്കെ ബ്ലോക്ക് ചെയ്തിരിക്കണം. കാരണം ഈ ബേർഡ് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെറുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേർഡ് വാച്ചിങ്ങിന് പോയി ഇതേപോലത്തെ ദ്വീപുകളിൽ ചുറ്റുവട്ടം പോകും. അടുത്തേക്ക് പോകാൻ സമ്മതിക്കുകയില്ല. കാരണം പക്ഷികൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്. കാരണം ഇത് ഈ മൈനിങ് നടന്നുകൊണ്ട് കടൽ പക്ഷികൾ ഒരുപാട് അവരുടെ ആവാസ വ്യവസ്ഥ നശിക്കുകയും അവർ ചത്തൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ആവാസ വ്യവസ്ഥയ്ക്ക് കയറി ആക്രമിച്ച് ഇന്ന് അത് സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ ടൂറിസത്തിന്റെ പാർട്ടാക്കുന്നുണ്ട്. അതുപോലെ സാന്റമോണിക്ക പെറുവിലേക്ക് ഈ മാച്ചു പിച്ചുവിലേക്ക് യാത്രയുണ്ടല്ലോ അല്ലേ? ഇഷ്ടംപോലെ ടൂർ പോകുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ ധാരാളം സന്ദർശിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇത് ആൾക്കാർ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആക്കി മാറ്റി ടൂറിസത്തിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. ഓർഗാനിക് വളത്തിന് ലോകം മുഴുവൻ ഡിമാൻഡാക്കി തുടങ്ങി. അതുപോലെ നമുക്കറിയാം നമ്മുടെ വീടുകളിലെ ചെറിയ ചെടികൾക്ക് ഓർഗാനിക് വളം ഉപയോഗിക്കാൻ വേണ്ടി ഇത് പല രാജ്യങ്ങളിലും ഉപയോഗിച്ച് വരുന്നുണ്ട്. അതുപോലെ വില കൂടിയ കാർഷിക വിളകൾ ഇപ്പോൾ വലിയ നിലവാരമുള്ള വലിയ കൃഷി രീതികളൊക്കെ ഉണ്ടല്ലോ, അതിൽ വില കൂടിയ അതിനു വേണ്ടിയിട്ട് ഓർഗാനിക്. പിന്നെ ഓർഗാനിക്കിൽ നിന്ന് ലോകത്തൊരു ഡിമാൻഡ് ഉണ്ട്. അപ്പൊ ആ ഡിമാൻഡ് പരമാവധി ഇന്ന് പെറു ഉപയോഗിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കിട്ടുന്നൊരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇതിന് സംരക്ഷിതമായി കിട്ടുന്ന ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൃത്യമായി ഗവൺമെൻറ് പാഠം ഉണ്ടാവും. ഇല്ലെങ്കിലൊന്ന് കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് ഉപയോഗിച്ച് അതിൻ്റെ വരുമാനം നിന്ന് കഴിയുമ്പോഴത്തേക്കും ആ രാജ്യം അസ്ഥിരതയിലേക്ക് പോകാം. ശരിയാണ്. നൗറു എന്ന് പറഞ്ഞ രാജ്യം പെട്ടെന്ന് തകർന്നു. അതിൻ്റെ ലഭ്യത ഇല്ലാത്തതോടെ ആ രാജ്യം തകർന്നു. ആ രാജ്യത്ത് പട്ടിണിയായി, അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അഴിമതിയായി. കാരണം ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ആകെ പ്രശ്നമായി. രാജ്യത്തിന് വേറെ വരുമാനമില്ല. ഇതുപോലെ തന്നെയാണ് പെറുവിൽ സംഭവിച്ചത്. പക്ഷേ അതിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പോയത്, ഇപ്പം അട്ടപ്പാടി, ഞാൻ ഇടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണല്ലോ. അട്ടപ്പാടിയിൽ ഈ പറഞ്ഞ പോലെ ഈ കന്നുകാലി സമ്പത്ത് നന്നായിട്ടുണ്ട്. ആദിവാസി ഗോത്രങ്ങൾക്കിടയിലും അല്ലാതെയും കന്നുകാലി സമ്പത്ത് നന്നായിട്ടുണ്ട്. അപ്പോൾ കാലിവളം എന്ന് പറയുന്നത് അവിടെ വലിയൊരു പ്രൊഡക്റ്റ് ആണല്ലോ. ഈ പ്രൊഡക്റ്റൊക്കെ മിക്കവാറും അത് പുറത്തുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ആ കൃഷിക്ക് ഉപയുക്തമാക്കേണ്ട ഈ കാലിവളമാണ് അവരിങ്ങനെ പുറത്ത് വിൽക്കുന്നത്, അല്ലേ? എനിക്ക് തോന്നുന്നത് അങ്ങ് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച ഒരു രാജ്യത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ പെട്ടെന്നൊരു വരുമാന സ്രോതസ്, ഒരു പുതിയ വരുമാന മാർഗം നമുക്ക് വന്നു ചേരുമ്പോൾ, ആ വരുമാന മാർഗം വരുമ്പോൾ ആർഭാടത്തോടുകൂടി അല്ലെങ്കിൽ വഴിവിട്ടുള്ള വികസനങ്ങളൊക്കെ നടപ്പാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ സ്ഥാപനത്തെ തന്നെ ചിലപ്പോൾ തകർത്തേക്കാം. അപ്പോൾ ഭാവിക്ക് വേണ്ടി കരുതിയിരിക്കുക, അല്ലേ? അത് ഞാൻ ഈ പറയുന്ന ഫിലിം ആക്ടേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫിലിം ആക്ടേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇവർ അത്യാവശ്യം ലൈൻ ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് തന്നെ ഒന്നെങ്കിൽ ബോട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് എന്ന് വെച്ചാൽ അതുവഴി, അതായത് അവർക്ക് മെയിൻ അന്നേരം സ്രോതസ് എന്ന് പറയുന്നത് ആക്ടിങ്ങും കാര്യങ്ങളുമാണ്. പക്ഷെ അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അവർ അടുത്ത ഒരു പെർമനന്റ് അത് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പറയാമല്ലോ, ഇത് ശാശ്വതമായി വളരെ അപൂർവ ആൾക്കാരൊക്കെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ചില ആൾക്കാർക്ക് ഏത് മേഖലയായാലും കുറച്ച് കാലത്തേക്ക്. പിന്നെ ചില ബിസിനസ്സുകൾ അങ്ങനെയാണ്, ഒരു നല്ലൊരു ഗോൾഡൻ ഏജ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അതങ്ങ് അവസാനിക്കും. പക്ഷെ നമ്മൾ നേരത്തെ കണക്ക് കൂട്ടണം. ഏതായാലും വളരെ വിചിത്രം, എന്നാൽ എന്താ പറയുന്നത്, വലിയ സന്ദേശം നൽകുന്ന ഒരു ചിന്തയാണ്, ഒരു കാണാക്കാഴ്ചയാണ് ഞങ്ങളുടെ മുന്നിൽ ഇപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചത്. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ നമസ്കാരം. This video is powered by Medimix.